അപ്പോൾ കപ്പലിലെ ഷെഫിൻ്റെ ലോബ്സ്റ്റർ റെസിപ്പി. ദിസ് ഈസ് അറബിക് മസാല. ഐ ഓർഡർ ഫ്രം ദ ഫുജേറ. അപ്പം മച്ചന്മാരെ ദേ കൊഞ്ച് ലോബ്സ്റ്റർ ഇവനെ നമ്മിൽ ഒരു 3 തരം ഡിഷായിട്ട് അങ്ങോട്ട് വേർതിരിക്കാൻ വേണം കിടക്കട്ട്. അപ്പം ലോബ്സ്റ്റർ ഇത്രയും ലോബ്സ്റ്റർ നമ്മ അങ്ങോട്ട് പുളിക്കാൻ പോയണെന്ന് കേട്ടാ. അപ്പം മച്ചന്മാരെ നമ്മുടെ ലോബ്സ്റ്റർ കൂട്ടന്മാരെ ക്ലീൻ ആക്കി ഇരിക്കേണ്ട. ഇത് നമ്മ 3 ലോബ്സ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പം 3 വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കണം, വെറൈറ്റി മസാലാസ്. പിന്നെ നാലാമത്തെ ഡിഷാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ ഇത് വെക്കാൻ പോവുകയാണ്. 2 കോണ്ടിനെൻ്റൽ സ്റ്റൈലും 1 അറബിക് സ്റ്റൈലും 1 ഇന്ത്യൻ സ്റ്റൈലുമാണ് നമ്മൾ ഈ ലോബ്സ്റ്റർ വെച്ച് ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ. അപ്പം ഇതിന് വേണ്ടി നമ്മുടെ സ്പെഷ്യൽ മസാല ഞാൻ ഓർഡർ ചെയ്തേക്കാണ്. ദുബായിൽ നിന്ന് ഫുജേറയിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണ്. കണ്ടോ, അറബിക് മിക്സ് മസാല, ഈസ്റ്റ് ഇന്ത്യയാണ് സംഭവം. അപ്പം ഇത് ഒരു പൊള്ളപ്പം സാധനമാണ്. നമ്മുടെ ഒരു ടർക്കിഷ് ക്യാപ്റ്റൻ എന്നെ പഠിപ്പിച്ചാണ്. അതിൻ്റെ വീഡിയോ പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. ലോബ്സ്റ്റർ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അപ്പം ഇതും ഗാർലിക് ജിഞ്ചർ പേസ്റ്റും ഒലിവ് ഓയിലും മാത്രം ഇട്ടിട്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ വേണ്ട. അപ്പം ഇതിൻ്റെ മസാല ആദ്യം ഞാൻ കാണിച്ചു തരാം. 1 ടേബിൾ സ്പൂൺ അറബിക് മസാല എടുത്തിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, അത്രയും മതി കേട്ടോ. ലോബ്സ്റ്ററിന് അത് ഉപ്പിടണ്ട കേട്ടോ. ഇതിലോട്ട് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ പ്ലസ് കുറച്ച് ഗാർലിക്കും കൂടി ഇടാം കേട്ടോ, ചോപ്പ്ഡ് ഗാർലിക്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ കേട്ടോ. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ലെമൺ ജ്യൂസ്. അപ്പം ഇത്രയും കാര്യം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല അറബിക് മസാലയുടെ അടിപൊളി സാധനമാണ്. മെയിനായിട്ട് അതിൻ്റെ ഫ്ലേവറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നിട്ട് മച്ചന്മാരെ നോക്കിക്കോട്ടാ, ഈ മസാല അങ്ങോട്ട് ഈ ലോബ്സ്റ്ററിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ മസാല. ഈ തലയുടെ ഭാഗത്തേക്കില്ലേ ഒരു അടിപൊളി ജ്യൂസ് ഇറങ്ങും. ഇവിടെ തലയുടെ ഉള്ളിൽ നല്ല ബ്രെയിൻ്റെ ഒരു കുറേ ഫ്ലഷ് ഉണ്ട് അവിടെ. അപ്പം കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, തൊണ്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ആ മസാല അങ്ങോട്ട് ഇറക്കി കുത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സാധനം നമ്മൾ ഓവനിലോട്ട് വെക്കാൻ വേണ്ട. ഈ ലോബ്സ്റ്ററിൻ്റെ സൈസ് കണ്ട, ഈ സൈസ് കണ്ട ഈ ലോബ്സ്റ്ററിൻ്റെ. അപ്പം ഇതൊക്കെ നാട്ടിൽ എത്ര രൂപ വരുമെന്ന് അറിയോ? അപ്പം ഇവിടെ വന്നിട്ട് ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ കോഴ്സ് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നോ. കോഴ്സ് എങ്ങനെയാണ് പഠിക്കണമെന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും നമുക്ക് ഇതൊക്കെ പഠിച്ച് ഇവിടെ വന്നിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പോനെ. അപ്പം ഇത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കാം. പിന്നെ അങ്ങോട്ട് മസാല പിടിക്കട്ടെ. നോക്കിക്കോ മോനെ. രണ്ടാമത്തെ ഇത് നമ്മുടെ വൈറ്റ് സോസിൽ, ഇത് നമ്മുടെ ഗാർലിക് ചില്ലി സോസിൽ കേട്ടാ. ഇത് 2 എണ്ണം നമുക്ക് എന്ത് ചെയ്യുന്നറിയാം, അങ്ങോട്ട് മുക്കിടാം. എവിടെ ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് പുഴുങ്ങട്ടെ. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കുക. കുറച്ച് വിനീഗർ ഇട്ട് കൊടുക്കുക കേട്ടാ. ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ പോട്ടെ. അതിൻ്റെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാം കേട്ടോ. അങ്ങനെ വേവട്ടെ. അപ്പം നമ്മൾ ലോബ്സ്റ്റർ ചെയ്യാൻ പോണത് നല്ല തിക്കായിട്ടുള്ള ഇന്ത്യൻ ടൊമാറ്റോ സോസിലാണ് ഇത് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പം ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഒരു ടൊമാറ്റോ സോസിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലേ, അമ്മോ കഴിക്കുമ്പോൾ അറിയാം. കണ്ടങ്ങോട്ട് പഠിച്ചോ. അപ്പം ഇതൊന്നും നമ്മൾ കോക്കനട്ട് ഓയിലാണ് ചെയ്യണത്. കോക്കനട്ട് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മസ്റ്റർഡ് സീഡ് കുറച്ച് കേട്ടോ, വളരെ കുറച്ച് മതി. അപ്പം 1/2 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ജീരകവും പിന്നെ ഒനിയനും ഗാർലിക്കും ജിഞ്ചറും പച്ചമുളകും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് വരട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ മസാലക്ക് വേണ്ടി, മെയിൻ ടൊമാറ്റോ ഇന്ത്യൻ മസാലക്ക് വേണ്ടിയാണ് ഇങ്ങനെ ജിഞ്ചറും ഗാർലിക്കും കുറച്ച് കൂടുതൽ ഇട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒനിയൻ ഒരു 1/2 കിലോ ചോപ്പിട്ട് മതി. പിന്നെ ഒരു 10 പീസ് പച്ചമുളകും പിന്നെ കുറച്ച് കറി ലീവ്സ് ഇട്ടാൽ മതി കേട്ടോ. രണ്ടും ഇങ്ങോട്ട് ഇളക്കി എടുക്കാം. ഇനിയാണ് ഇതിൻ്റെ സോസ്, മെയിൻ സോസ്. ടൈമിൽ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതങ്ങാട് ഇളകി വരുമ്പോൾ ഒനിയൻ ഗ്രൈൻഡ് ചെയ്തത് കേട്ടോ. ഇതിലെല്ലാം മാക്സിമം ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങളാണ് ഇടുന്നത്. എന്നാൽ ആ ഒരു സോസിൽ കിടന്ന് ഈ ലോബ്സ്റ്റർ ആ ഫ്ലേവർ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇത് കിട്ടുള്ളൂ. കടിക്കാൻ കിട്ടരുത്, മസാലകളൊന്നും കടിക്കാൻ കിട്ടരുത് ഇങ്ങനത്തെ ഐറ്റംസിൽ. അപ്പം ഇതും കൂടി അങ്ങാട് കിടന്ന് സെറ്റ് ആവണം കേട്ടോ. അപ്പം ഈ ഒനിയനും കൂടി അങ്ങോട്ട് വേവട്ടെ. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇളക്കാം.
ഈ ഓനിയൻ്റെ ആ ഒരു പേസ്റ്റില് അതിൽ കിടന്ന് ഇതങ്ങോട്ട് സെറ്റ് ആവണം. ഇനി നമുക്ക് ടൊമാറ്റോ കൊറിയാണ്ടർ ലീഫ് അടിച്ചത്. അപ്പം ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ടൊമാറ്റോ കൊറിയാണ്ടർ ലീഫും കൂടി അടിച്ചത് ചേർക്കാം. ഇതാണ് ഇതിൻ്റെ ടൊമാറ്റോ സോസ് ഗ്രേവി കേട്ടോ. ഇതിൽ നമ്മൾ വളരെ കുറച്ച് മസാല മാത്രം ചേർക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ലോബ്സ്റ്ററിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കുറേ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എന്തൊക്കെ പൊടിയുണ്ട് അതൊക്കെ ഇടായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ആ ഒരു ഗരം മസാല, കുറച്ച് ഗരം മസാലയുടെ ഫ്ലേവറും ആ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എരിവ് വേണ്ടവർക്ക് അതിൽ കൂടുതൽ ഇടും. ഈ ടൈമിൽ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവ് അനുസരിച്ച്. മാക്സിമം ഞാൻ പറയും എരിവ് കുറച്ചിട്ടാൽ മതി. എന്താ കാരണം എന്ന് വെച്ചാൽ എരിവ് കൂടുതലിട്ടാൽ നമ്മൾ എന്തോ മസാല കഴിക്കണ ആ ഫീൽ നമുക്ക് ഉണ്ടാവില്ല, ലോബ്സ്റ്റർ കഴിക്കണ ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മസാല കുറച്ചിടാം. ഇതങ്ങടെ മൂടി വെക്കട്ടെ, നല്ലോണം തിളക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കാം കേട്ടോ. വൈറ്റ് സോസിന് വേണ്ടി നമുക്ക് പാൽ ഒഴിക്കാം കേട്ടോ. ആദ്യം നമ്മൾ വളരെ ഒരു ലോബ്സ്റ്ററിന് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാൽ ഒഴിക്കാം. ഒരു അരമുറി ഒനിയൻ. വൈറ്റ് സോസ് ഉണ്ടാക്കേണ്ട, നിങ്ങൾ നോക്കണം. ഞാൻ പാലിൽ ഒനിയൻ ഇടുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വൈറ്റ് സോസിൻ്റെ റെസിപ്പിയാണ്. കണ്ടോ. ബ്ലാക്ക് പേപ്പർ ഇട്ട് കൊടുക്കുക. കുറച്ച് ക്ലൗ ഒരു 1 2 3 4 ഇട്ട് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കട്ടെ. ഇതങ്ങോട്ട് തിളക്കട്ടെ. ഇവിടെ നമ്മുടെ മസാല തിളച്ചു വരുന്നുണ്ട്. ഓ, നല്ല അടിപൊളി മസാല ഉണ്ടാ. ഇതിൻ്റെ ആ പച്ചച്ചൊവ്വ മാറിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ലോബ്സ്റ്റർ. അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മ ബോയിൽ ചെയ്ത് വെച്ച ലോബ്സ്റ്റർ ഇതിൻ്റെ കളറ് മാറിയൊക്കെ ഉണ്ട. ലൈറ്റസ്റ്റ് ഓറഞ്ച് ആയൊക്കെ ഉണ്ട. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫ്ലഷ് നമ്മൾ എടുക്കണം. ഈ ഫ്ലഷ് നമ്മൾ ഷെല്ല് പൊടിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് വേറെ റെസിപ്പിക്ക് വേണ്ടി മാറ്റി വെക്കാം. അപ്പം മച്ചന്മാരെ നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രേവിയിലോട്ടാണ് നമ്മുടെ ലോബ്സ്റ്റർ കൂട്ടന്മാർ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓ, മതി. ലോബ്സ്റ്റർ കണ്ട, ലോബ്സ്റ്റർ എൻ്റെ പൊന്നോ, ഇത് കണ്ട. ഇത് എത്ര രൂപ വരുമെന്ന് പറയും ഇത്രയും സാധനം. ഇതൊരു ക്ലീൻ ആക്കി എൻ്റെ കൈ കിട്ടിയപ്പോൾ ഒരു 3.5 കിലോ ഉണ്ട് മീറ്റ് മാത്രം കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ സൈസ് ഉണ്ട്. അപ്പം ഈ സാധനം നമ്മ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ട. ഇതിൻ്റെ തല എടുത്തിട്ടുണ്ട് കേട്ടോ. തലയും എടുത്തിട്ടുണ്ട്. ലോബ്സ്റ്റർ, ക്രാബ്, പ്രോൺസ് ഇതെല്ലാം ഉപ്പ് അത്യാവശ്യം മാത്രം ഇടാം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും ലോബ്സ്റ്ററിന് ആകെ ഇട്ടേക്കണത് 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ, ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഉപ്പാണ്. നമുക്ക് ഈ ലോബ്സ്റ്റർ ഈ മസാലയൊക്കെ കിടന്നങ്ങോട്ട് സെറ്റ് ആവണ്ട കേട്ടോ. ഇനി നമുക്ക് ഇവനങ്ങോട്ട് സ്ലോ ഹീറ്റ് കയറ്റാം. സ്ലോ കുക്ക് ആവട്ടെ. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അപ്പോൾ 1:1 രീതിയിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ അപ്പോൾ 1:2 എന്ന് പറഞ്ഞാൽ ബട്ടറും മൈദ അധികം ചൂടായി കരിഞ്ഞു പോകുമ്പോൾ അതുകൊണ്ട് നമുക്ക് പാന് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. ബട്ടറും മൈദയും കൂടി അങ്ങോട്ട് മിക്സ് ആക്കണം. നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ റൂ എന്നൊക്കെ വിളിക്കുക ആൾക്കാർ. റൂവിൻ്റെ നമ്മുടെ വൈറ്റ് സോസിൻ്റെ മെയിൻ മദർ സോസിൻ്റെ ഒരു തിക്കനിങ് കണ്ടൻ്റാണ്, ഏജൻ്റാണ്. അപ്പം ഇത് കുറച്ചും കൂടെ മൈദ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇവനങ്ങോട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ ഇത് അടി പിടിച്ചാൽ പിന്നെ തീർന്ന്. അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി ടൊമാറ്റോ അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്ത് അയച്ചു കൊടുക്കും കേട്ടോ. വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട നിങ്ങൾ മാക്സിമം ടൊമാറ്റോൻ്റെ ആ ഒരു പേസ്റ്റ് അടിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചാൽ പിന്നെ ഇത്രയും മസാലയുടെ ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ പോവും. അപ്പം മാക്സിമം നിങ്ങൾ ആ ടൊമാറ്റോൻ്റെ ഗ്രേവി, ആ ഒരു ടൊമാറ്റോ പേസ്റ്റ് അടിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റൂ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാലില്ലേ, കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് ആ ഒരു കുരുമുളകും ആ ഒരു ക്ലൗവും
ആ ഒരു ഒനിയൻ്റെയും കൂടി ഫ്ലേവറുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു മിൽക്ക് നമ്മൾ തിളപ്പിക്കാൻ പറ്റിയത് പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. തിക്കായിട്ടുണ്ട്, ബാക്കിയും കൂടി ഒഴിക്കുക. ഇത് ശരിക്കും സ്ലോലി ഒഴിച്ച് സ്ലോലി ഒഴിച്ചാണ് റെഡിയാക്കേണ്ടത് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇത് അടുക്കി പിടിക്കാൻ പാടില്ല, കട്ടയാവാൻ പാടില്ല. ഇതുപോലെ തന്നെ നമ്മൾ സെറ്റാക്കി എടുക്കണം. കണ്ട, നല്ല കട്ടിയാവേണ്ട. ഇതാണ് വൈറ്റ് സോസ്. ഓ, അടിപൊളി 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 അടിപൊളിയാവുന്നുണ്ട്, അടിപൊളി. അപ്പോൾ ഇതുപോലെ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കി എടുക്കണം. കുറച്ച് പാലും കൂടി വെച്ച് ഇത് ലൂസാക്കുക. ഇതൊരു കോണ്ടിനെൻ്റൽ സ്റ്റൈൽ ലോബ്സ്റ്റർ മേക്കിംഗ് കണ്ട. കോണ്ടിനെൻ്റൽ സ്റ്റൈലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മിത് അരിച്ചെടുക്കാൻ പോവേണ്ട. ഫുള്ള് നല്ല അടിപൊളി വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് സോസ് കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാല് മിക്സ് ചെയ്താൽ മതി. അപ്പം ഇനിയും നമ്മത് ഇവൻ അങ്ങോട്ട് ഓവനിലോട്ട് കയറ്റാൻ വേണ്ട. ഒരു 150 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഇവൻ അങ്ങോട്ട് ആവിയിലിരുന്ന് അങ്ങോട്ട് വേവട്ടെ. അപ്പം മച്ചന്മാരെ നമ്മ ഇവൻ്റെ ആ ഒരു സൈഡിലേക്ക് കുറച്ച് ബട്ടറും കൂടി വെച്ച് കൊടുക്കാൻ പോവേണ്ട. ബട്ടറിലാണ് ഇവൻ അങ്ങോട്ട് മൂരിയേണ്ടത്. ഓക്കെ, കിടക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് നമ്മുടെ കേട്ടോ. അപ്പം അതെ ഇത് അങ്ങോട്ട് ഓവനിൽ കയറ്റി അങ്ങോട്ട് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ എന്ത് നമ്മൾ ലോബ്സ്റ്റർ ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 170 19 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. ഇത് ചെറിയ സ്ലോ കുക്ക് ചെയ്ത് അധികം കരിയാൻ പാടില്ല മസാല അല്ലേ, ഇത് അങ്ങോട്ട് റോസ്റ്റായി വരട്ടെ. അപ്പം നമ്മുടെ ഒരു ലോബ്സ്റ്ററിൻ്റെ ഡിഷ് നമ്മുടെ ഓവനിലുണ്ട്. മറ്റേത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ബട്ടർ അങ്ങോട്ട് കൊടുക്കുക, കുറച്ച് ഗാർലിക് അങ്ങോട്ട് കൊടുക്കുക. കുറച്ചിട്ടാ, വളരെ കുറച്ച് ഗാർലിക് ഇടാം. ഇത് നമ്മതേ നേരത്തെ വേവിച്ച് വെച്ച ലോബ്സ്റ്റർ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് കരിയാൻ പാടില്ല. ലോബ്സ്റ്റർ അങ്ങോട്ട് കൊടുക്കുക. ഇതങ്ങോട്ട് ജസ്റ്റ് മൂരിയട്ടെ. 2 പീസാക്കാം നമുക്ക്. കുരുമുളക് പൊടി ഇല്ലേ, കുരുമുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓ എന്നിട്ട് ഇത് അങ്ങോട്ട് സോട്ട് ആവണം. ഈ ടൈമിൽ സോട്ട് ആവുന്ന ടൈമിൽ കുറച്ച് ലെമൺ ജ്യൂസ് അങ്ങോട്ട്. ഓ കണ്ട ലോബ്സ്റ്റർ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നെ കേട്ടോ. ഇതാണ് നമ്മുടെ മെനു ഡിഷ്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ചിട്ടാ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ട്. ഓ അപ്പം ആ ചില്ലി ഫ്ലേവറും ആ ഒരു ഗാർലിക് ഫ്ലേവറും ആ ഒരു മധുരം, ടൊമാറ്റോൻ്റെ മധുരവും, പിന്നെ ആ ഒരു ലെമൺ ജ്യൂസിൻ്റെ ആ ഒരു ഇതില്ലേ, ആ ഒരു പുളിപ്പും, ഇതെല്ലാം കൂടിയാണ് ഈ ആ ബോയിൽ ചെയ്ത മാംസത്തും അങ്ങോട്ട് പിടിക്കുന്നത്. എൻ്റെ പൊന്നളിയാ, ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒന്നും ചെയ്യണ്ട. ഇനി നമുക്കിത് പ്ലേറ്റിങ് ചെയ്യാം എടാ. ഇത് അങ്ങനെ തന്നെ എടുത്ത് ഇവിടെ വെക്കുക. ഈ മാംസം വയ്യ. എടാ അതിൻ്റെ ഉള്ളിലും വെച്ച് കൊടുക്കുക, സൈഡിലും വെച്ച് കൊടുക്കുക, എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക നിങ്ങൾക്ക്. ഓ ഉണ്ടാ മാംസത്തിന് മുകളിൽ ആ ഒരു സോസും കൂടെ അങ്ങാട് ഒഴിച്ചു കൊടുക്കുക. ഈ തലേമയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ഗാർലിക്കും ചില്ലിയും ടൊമാറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് നമുക്കൊരു കാര്യം ഒഴിക്കേണ്ടത് നല്ല തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഇവൻ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. വെന്തട്ട് എന്താന്ന് നോക്കാം. ഓ യാ, ഇത് കണ്ട മോനെ ചുരുണ്ട് കിടക്കണുണ്ടവൻ. ഓ റെഡി ആയിട്ടുണ്ട്. സാധനം എന്തേ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മീറ്റൊക്കെ ഇതിൻ്റെ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെടാ. കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കണം.
ബട്ടർ ഇട്ടാൽ നല്ല റിച്ച്നെസ് ആയി, നല്ല വേറൊരു ഫ്ലേവർ വരും. നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കാൻ പോകണ്ട. ആ നാരങ്ങയും കൂടി ഞങ്ങൾ ഒഴിച്ചിട്ട് ഇവനങ്ങനെ റെഡിയാക്കി എടുക്കുക. ഓ, ഈ ഗ്രേവിയിലാണ് ചെയ്യേണ്ടത് സാധനം. ഇനി ലാസ്റ്റ് ഫൈനലി കൊറിയാണ്ടർ ലീവ്സ്. ഓ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് അങ്ങോട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതേ ദേ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ആ സംഭവങ്ങൾ കണ്ട. ആ ഇവൻ ഓ മോച്ചന്മാരെ ദേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവൻ അങ്ങോട്ട് മൂടി വെക്കുക. ആ ഗ്രേവി ജ്യൂസ് എല്ലാം പുറത്ത് ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറച്ച് പാലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. സെറ്റായി. ഇനി ഇവൻ ഇരുന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. ഉപ്പ് കൂടുകയില്ല, കുറയേയില്ല. ഇനി തിളപ്പിക്കരുതാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ദേ ലോബ്സ്റ്റർ, നല്ല തിക്ക് ഗ്രേവിയുള്ള മസാല ഉള്ള ലോബ്സ്റ്ററാണ് മച്ചാനെ. അപ്പോൾ ഇതിൻ്റെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല പണിയുണ്ട് ക്ലീൻ ചെയ്തെടുക്കാറൊക്കെ. അപ്പം മച്ചന്മാരെ അടുത്ത വൈറ്റ് സോസ് ഡിഷിന് വേണ്ടി ദേ കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ബട്ടർ വെച്ചിട്ടുണ്ട്. ഈ ബട്ടറിലേക്ക് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു ലോബ്സ്റ്ററിൻ്റെ തലയുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റോക്കും ആ ഒരു എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുക. കരിയാൻ പാടില്ല. വൈറ്റ് സോസാണ്, കരിയാൻ പാടില്ല. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ബ്ലാക്ക് പെപ്പർ വൈറ്റ് സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. വൈറ്റ് സോസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് അങ്ങോട്ട് ആവാം. എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. റെഡ്യൂസ് ചെയ്യുക. പാൽ ഒഴിച്ചിട്ട് ഇത് റെഡ്യൂസ് ചെയ്യുക കേട്ടോ. ഓ എൻ്റെ പൊന്നളിയാ. ഇനി റോസ്മേരി, കുറച്ച് മിക്സ് ഹെർബ്സ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇത് ഇട്ടാലും ഒരു അടിപൊളി ഫ്ലേവർ ഇട്ട് കൊടുക്കാം. ആണ് റോസ്മേരിയും തൈമും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ്. ഇത് അടി പിടിക്കാൻ പാടില്ല കേട്ടോ. ദേ ഇങ്ങനെ റെഡ്യൂസായി വന്നത് വൈറ്റ് സോസ്. ഏറ്റവും അവസാനം നമുക്ക് ചെഡാർ ചീസ് ആണെങ്കിൽ സ്ലൈസ് ചീസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരെണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുക. ആ ഈ ചീസും കൂടി അങ്ങോട്ട് ചെല്ലുമല്ലേ മോനെ, ഇതിൻ്റെ ഫ്ലേവറും ആ ഒരു ടെക്സ്ചറും എല്ലാം കൂടി അങ്ങോട്ട് മാറും. ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഓർഡർ ചെയ്താൽ ഒരു പീസിനൊക്കെ ഒരു പ്ലേറ്റിനൊക്കെ എത്ര രൂപ വരും എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ 5-6 കിലോ ഒക്കെയാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചീസ് കൊണ്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യരുത്, മാറ്റി വെച്ചേക്കണം. ഇനി നമുക്ക് പ്ലേറ്റിങ് ചെയ്യാം. ഇതിൻ്റെ ഷെല്ലൊക്കെ എടുത്തില്ലേ പുറത്തേക്ക്, അതങ്ങ് എടുത്ത് പുറത്തേക്ക്. ഓവനിൽ അറബിക് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ നോക്കിയോട്ടാ, ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള പീസസും കൂടി അങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുക. ഓ വെച്ച് കൊടുക്കുക. ദേ ഇതിൻ്റെ പീസസ് ഉണ്ട് വെച്ചമാരെ. ദേ കൊതിയാവുന്നു. ഓ ദേ വൈറ്റ് സോസിൽ നമ്മുടെ ലോബ്സ്റ്റർ കേട്ടാ. നമ്മുടെ ലോബ്സ്റ്റർ ദേ അറബിക് മസാലയിലെ ലോബ്സ്റ്റർ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് പ്ലേറ്റ് ചെയ്യാം നമുക്ക്. ഓ എൻ്റെ പൊന്നു സാറേ, ഇതേ നമ്മുടെ സംഭവമില്ലേ, എൻ്റെ ഉള്ളിൽ ആ ഒരു മാംസമൊക്കെ വെന്ത് പുറത്തേക്ക് ചാടി വന്നിട്ടുണ്ട്. യെസ് സാർ ലോബ്സ്റ്റർ. This is Arabic masala. I ordered from the Fujairah. Okay. This is chili garlic sauce. This is white sauce. Okay, the captain is going to taste our food. What is the spoon? Okay. First, we can start from which one you like. No, okay. Third one? No, third one. Yeah. Very good. Very good. Thank you, sir. Thank you. Did you feel the garlic chili sauce? Yes, very good. It's got very good Arabic taste. Arabic, the masala came, right? Very good.
These all three are very good. Excellent. White sauce. That is white sauce. This is all homemade white sauce, not ready-made. Huh? No, very good. This is also. We are not adding chili sauce. No. We chili flakes, garlic, and little tomato sauce. Tomato sauce. Very good. So it will become the homemade things. All three are very good. Excellent. Thank you, sir. Thank you. So this is our captain, Captain Sajid sir. Very good. Very good. Thank you, sir. Thank you for coming. It's very tangy. So say to our viewers. Oh, wait, Okay. But which is your favorite? I like all. You like all? How will I lose weight, Baba? I want to marry also. You want to marry also? If you want to reduce this one, you have to leave me. ശരിയുള്ളൂ പിടിച്ചോ ഇത് ഞാനിത് ഉണ്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് പോയി ചില്ലി garlic വേണ്ട ചില്ലി garlicഉം ഒരു ചില്ലിട്ടാ നല്ല ആ ഒരു പഞ്ച് അടിപൊളി സാധനവും ബട്ടർലി കൈയാണ് നല്ലത്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കല്യാണം നല്ല കയ്യിലേ നടക്കുള്ളൂ. ഇനി ഞങ്ങൾ നമ്മൾ സമ്മതിക്കൂല. നാടൻ പോകുന്നു. എങ്ങനെയുണ്ട്? എന്ത് മസാല എന്നറിയോ? അറബിക് ഇതാണ് അറബിക് മസാല. ഞാൻ അത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. വേറൊരു സാധനമില്ല. ഗാർലിക് ജിഞ്ചറിന്റെയും ആ ഒരു ഇത് ബേക്ക് ചെയ്താണ് നമ്മ. ബാക്കിയെല്ലാം നമ്മ പുഴുങ്ങിയിട്ടാണ് ചെയ്തത്. ഇത് ഡയറക്റ്റ് ഓയിലിൽ ബേക്ക് ചെയ്തോ. വേണ്ട, കൈ വെച്ചിന് മതി. കൈയാണ് നല്ലത്. ഇംഗ്ലീഷ് കോണ്ടിനെന്റൽ Continental style. അടിപൊളി. എന്താന്നറിയോ? എല്ലാത്തിന്റെയും കൂടെ നല്ല മാച്ച് ആവുന്നുണ്ട് കേട്ടോ. ഇതല്ലേ കപ്സ് അല്ലേ? എല്ലാത്തിനും എല്ലാ മസാലയും കൂടെ നന്നായിട്ട്. നാലാമത്തെ ഒരു ഡിഷും കൂടി ഉണ്ട്. ഓഹോ, ഇന്ത്യൻ മസാലയില് ഇന്ത്യൻ മസാല അത് നമുക്ക് ലഞ്ചിന്റെ പിടിക്കാനുള്ളതാണ്. പൊന്നോ, ഇതില് ചീസ് ഒക്കെ ഇട്ടുണ്ട്. ഇത് വൈറ്റ് സോസ് ചീസ് അടിപൊളി, രക്ഷയില്ല, അടിപൊളി. എല്ലാവരും ടേസ്റ്റി ചെയ്യുമ്പോഴത്തേക്കും സാധനം തീർന്നു പോയി. അപ്പൊ ഇതുപോലത്തെ അടിപൊളി സംഭവങ്ങൾക്ക് വേണ്ടി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഡിങ് 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 അടിക്കണം. അപ്പൊ എപ്പോഴും ഞാനേ പറയണം. അപ്പൊ സെക്കൻഡ് ഡോസ് പറയട്ടെ. ആ മുത്തേ വാ ടേസ്റ്റ്. ആ കടിച്ചു. ഉള്ളിൽ നിന്നൊക്കെ എടുക്കും, തലാട് ഉള്ളിൽ നിന്ന്. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എടുക്കണ്ടത്. ആ തലയുടെ ഉള്ളിൽ ആ ഒരു തലയുടെ ഉള്ളിൽ അടിപൊളി സാധനം ഉണ്ട് അല്ലേ? കഴിവുണ്ട്. ആ സാധനം ഒന്ന് കഴിച്ചു നോക്കി. ജ്യൂസ് എങ്ങനെയുണ്ട്? കൊച്ചുപൊളി സാധനം. നമ്മുടെ ഇവന്റെ വീട് എവിടെ? വീട് എവിടെയാ? ഗോതരത്ത്. ഫേമസ് നമ്മുടെ മനപ്പത്തിന്റെ അടുത്ത ഗോതരത്ത്. നമ്മുടെ കരേട്ടാ അയൽവക്കാരൊക്കെ. അയ്യോ അതെ, നീ ഇങ്ങടെ വന്ന് നീ ഫ്രൈവിലോട്ടോ. ആ നമുക്ക് പൊളിക്കാം. തല എടുത്തിട്ടില്ലേ? ഓ തല എടുത്തിട്ട് പരിപാടി. അപ്പൊ തീർന്നു ഗായ്സ്, തീർന്നു പോയി ഗായ്സ്, തീർന്നു പോയി. അപ്പൊ എല്ലാവർക്കും അതെ, ഈ കൊഞ്ച് വിത്ത് ഇന്ത്യൻ മസാല ഉണ്ട്. അപ്പൊ അത് കൂടി പടക്കാൻ പോയത്. അപ്പൊ മച്ചാമാരെ ലോബ്സ്റ്റർ കണ്ട. അപ്പൊ ഇതിന്റെ ഒരു നാലാമത്തെ ഡിഷാണിത്. അപ്പൊ ഇതിന്റെ മാംസമില്ലേ, ഇത് ഇതിന്റെ മാംസം എൻ്റെ വൻ ഇതിൻ്റെ ഉള്ളിൽ മാംസം മാത്രമേ ഉള്ളൂ കേട്ടാ. വലിയ ലോബ്സ്റ്റർ ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഈ ആ ഗ്രേവിയിലും കൂടി അങ്ങോട്ട് ചോറിലേക്ക് വെച്ചിട്ടുള്ളേ. ആ അപ്പൊ ഇതേ എൻ്റെ മാംസം കണ്ടു കേട്ടോ. യെസ് കണ്ട, ഇത്രയും ഇതിൻ്റെ ഉള്ളിൽ മാംസമാണ്. ഈ ഒരു മാംസം നമ്മുടെ നാട്ടിൽ ലോബ്സ്റ്ററിന് എത്ര രൂപയാണ് ലുലുവിലൊക്കെ ഒന്ന് ആലോചിച്ചറിയുന്ന. ഈ ലോബ്സ്റ്റർ ഇത്തിരി തൈര് വെച്ച പരിപ്പില്ലേ, അതിലും ഇത്തിരി മുട്ടട ആ ഒരു വെള്ള ഉണ്ണിയും കൂടി വെച്ചിട്ട് ഒരുമിച്ചിട്ട് ഈ മസാലയിൽ
അടിപൊളി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കാം. എല്ലാവരും പഠിക്കട്ടെ. അറബിക് മസാല വെച്ചിട്ടും ഓവലിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത ലോബ്സ്റ്ററും വൈറ്റ് സോസിലെ ലോബ്സ്റ്ററും ചില്ലി ഗാർലിക്കിലിട്ട ലോബ്സ്റ്ററും പിന്നെ ഇന്ത്യൻ മസാലയിലെ ലോബ്സ്റ്ററും ഇതിൻ്റെ ഫുള്ള് റെസിപ്പിക്ക് നമ്മൾ ചാനൽ ഫോളോ ചെയ്യുക, ഫുള്ള് കാണാം, ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ റെസിപ്പി അപ്പോൾ കപ്പലിലെ ഷെഫിൻ്റെ ലോബ്സ്റ്റർ റെസിപ്പി